വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആയിരിക്കുമോ കേരളം ഭരിക്കേണ്ടത്, LDF ആയിരിക്കുമോ കേരളം ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇരു മുന്നണികളെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഈ വരാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 42 സീറ്റുകൾ മാത്രമാണ് UDFൻ്റെ കൈവശമുള്ളത്. 98 സീറ്റുകളുള്ളത് LDFൻ്റെ കൈവശമാണ്. കേരളത്തിൽ വരാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് അത്ര ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല എല്ലാ മുന്നണികൾക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്ന സമയത്തും, അതായത് അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന MLA-മാരോട് ജനങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് LDF ഉപയോഗപ്പെടുത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഗ്രൂപ്പും തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും. നമസ്കാരം. വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം തമ്മിലായിരിക്കും കടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ ശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കും? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആയിരിക്കുമോ കേരളം ഭരിക്കേണ്ടത്, LDF ആയിരിക്കുമോ കേരളം ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇരു മുന്നണികളെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഈ വരാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 42 സീറ്റുകൾ മാത്രമാണ് UDFൻ്റെ കൈവശമുള്ളത്. 98 സീറ്റുകളുള്ളത് LDFൻ്റെ കൈവശമാണ്. അപ്പോൾ ഈ 42-ൽ നിന്ന് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് ഇവർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും ഏകദേശം 29 മണ്ഡലങ്ങൾ കൂടി UDF LDFൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ ഉദുമ മണ്ഡലം നമുക്ക് പരിശോധിക്കാം. ഉദുമയിൽ ശക്തമായ ഒരു മത്സരം നടക്കാനായിട്ട് സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ UDF 74,059 വോട്ടുകൾ നേടുകയും LDF 73,774 വോട്ടുകൾ നേടുകയും NDA 22,277 വോട്ട് നേടുകയും ചെയ്തു. അവിടെ 685 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആർക്കാണെന്ന് വെച്ചാൽ UDFനാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം CH കുഞ്ഞമ്പു CPMൻ്റെ ആണ്. അദ്ദേഹം 78,664 വോട്ടുകൾ നേടുകയും പെരിയ ബാലകൃഷ്ണൻ 65,342, ഏകദേശം 13,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് LDF കഴിഞ്ഞ പ്രാവശ്യം ഉദുമ നിയോജക മണ്ഡലം നിലനിർത്തിയത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ 685 വോട്ടിൻ്റെ ലീഡിലേക്ക് UDF എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഇതൊക്കെ പാച്ചപ്പ് ചെയ്യാനായിട്ട് CPMന് സാധിച്ചേക്കാം. പക്ഷേ CPM ഏറ്റവും കൂടുതലായിട്ട് കരുതൽ നൽകേണ്ട ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ അവരുടെ കൈവശം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ഉദുമ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ UDFന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഉദുമ എന്നുള്ളത്. ഉദുമ കഴിഞ്ഞിട്ട് നമ്മൾ തളിപ്പറമ്പിലേക്ക് വരുന്ന സമയത്ത്, തളിപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൻ്റെ കുത്തക സീറ്റാണ്. അവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 73,093 വോട്ട് UDFന്, 70,977 വോട്ട് LDFന്, 2,116 വോട്ട്. അവിടെ ഏതൊരു മുനിസിപ്പാലിറ്റിയുടെ വോട്ട് നമ്മൾ അതിൻ്റെ എന്തോ കുറവുണ്ടോ എനിക്ക് തോന്നുന്നു, അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഇവിടെ 2,116 വോട്ടിൻ്റെ ഒരു ലീഡ് UDFന് എന്ന് പറയുന്ന സമയത്ത് അത് അത്ഭുതപ്പെടുത്തി കളയുന്നതാണ്. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഏകദേശം 22,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്, അതായത് അന്ന് ഗോവിന്ദൻ മാസ്റ്റർക്ക് ലഭിച്ചിരുന്നത് 92,870 വോട്ടുകളാണ്. എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള VP അബ്ദുൾ റഷീദിന് കിട്ടിയിരുന്നത് 70,181 വോട്ടാണ്. ഏകദേശം 22,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു വോട്ടിൻ്റെ കുറവ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് CPM പരിശോധിക്കേണ്ടതാണ്. അതുകൂടാണ്ട് തന്നെ അഴീക്കോട് മണ്ഡലം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 56,446 വോട്ടാണ് UDFന് ലഭിച്ചത്. LDFന് 54,427 വോട്ട് ലഭിക്കുകയും അവിടെ ലീഡ് UDFന് 2,019 വോട്ടുകളുടെ ലീഡുണ്ട്. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അഴീക്കോട് KV സുമേഷ് 2021 65,794 വോട്ടുകൾ നേടിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ KM ഷാജി 59,659 വോട്ടുകൾ നേടിയിരുന്നു. ഏകദേശം 8,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്ന് ശ്രീ KV സുമേഷ് വിജയിച്ചത്. പക്ഷേ ഇപ്രാവശ്യം പരിശോധിക്കുന്ന സമയത്ത് അഴീക്കോട് UDFന് 56,446-ഉം 54,427 നമ്മൾ ആദ്യം പറഞ്ഞതാണ്. 2,019 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFനുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അവിടെ നമ്മൾ ബത്തേരിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ IC ബാലകൃഷ്ണനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. IC ബാലകൃഷ്ണന് ഏകദേശം 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു.
IC ബാലകൃഷ്ണൻ 75,747 വോട്ടുകൾ നേടിയപ്പോൾ രുക്മണി സുബ്രഹ്മണ്യം CPM-ന്റെ 64,549 വോട്ടുകൾ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏകദേശം 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് 2,781 വോട്ടിലേക്ക് UDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിലും നില മെച്ചപ്പെടുത്തിയ സമയത്താണ് ബത്തേരിയിൽ UDF-ന്റെ വോട്ടിൽ ശതമാനത്തിൽ ഇടിവ് വന്നിരിക്കുന്നത്. അവിടെ 75,911 വോട്ടുകൾ ഈ ത്രിതല പഞ്ചായത്തിൽ UDF നേടിയപ്പോൾ 73,130 വോട്ടുകൾ LDF-ന് നേടാനായിട്ട് ആയി. NDA 28,827 വോട്ടുകൾ, 2,781 വോട്ടിൻ്റെ ഒരു മേൽക്കൈ അവിടെ UDF-നുണ്ട്. അത് കൂടാണ്ട് തന്നെ പരിശോധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 64,000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന LDF 73,130 എത്തി എന്ന് പറയുന്നത്. അതിന് വോട്ടിൻ്റെ അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി പരിശോധിക്കാതെ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ BJP-യും അവിടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 27,920 2020 അത് 2025 ത്രിതല പഞ്ചായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ വോട്ട് 28,827 വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെയും UDF-നെ സംബന്ധിച്ചൊരു ഡേഞ്ചർ സോണാണ്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി പോയില്ലെങ്കിൽ UDF-ന്റെ കൈവശം ഇരിക്കുന്ന ഒരു സീറ്റ് LDF-ന്റെ കയ്യിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ IC ബാലകൃഷ്ണൻ അവിടെ മത്സരിക്കാനായിട്ട് സാധ്യതയില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണ തീർച്ചയായിട്ടും IC ബാലകൃഷ്ണൻ അവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിലും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് വടകരയിലേക്ക് വരുന്ന സമയത്ത് വടകരയിൽ UDF ഇപ്രാവശ്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 46,333 വോട്ടുകൾ, LDF 38,339 വോട്ട്, അതുകൂടാതെ NDA 7,978, അവിടെ 7,994 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്. ആർക്ക്? UDF-ന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് പരിശോധിക്കുന്ന സമയത്ത് KK രമയും മനയത്തിന് ചന്ദ്രനും തമ്മിലായിരുന്നു മത്സരം. അപ്പോൾ അവിടെ ഏകദേശം 8,000-ൽ പരം വോട്ടിൻ്റെ ഒരു മേൽക്കൈ KK രമയ്ക്ക് ഉണ്ടായിരുന്നു. ആ 8,000-ൽ നിന്ന് വന്നത് 7,994 വന്നിരിക്കുന്നത്. കാരണം ഇത് UDF-ന് ഡേഞ്ചർ സോൺ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF-ഉം RMPയും ചേർന്ന് മത്സരിക്കുന്ന സമയത്താണ് KK രമ വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RJD-യുടെ സ്ഥാനാർത്ഥിയായിട്ട് MV ശ്രേയാംസ്കുമാർ മത്സരത്തിനില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം വെല്ലുവായിൽ വർത്തമാനം പറഞ്ഞുവെങ്കിലും സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും കൂടി നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ MV ശ്രേയാംസ്കുമാർ തന്നെ വടകരയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്ന കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ഒരു കനത്ത മത്സരമായിരിക്കും. വടകരയിൽ RJD-ക്ക് അല്ലെങ്കിൽ ജനതാദള സോഷ്യലിസ്റ്റുകൾക്ക് ഒരുപാട് സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. ഈ വടകരയിൽ നമ്മൾ ബേപ്പൂരിലേക്ക് വരുന്ന സമയത്ത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 67,702 വോട്ടുകൾ UDF-നും 69,042 വോട്ടുകൾ LDF-നും 23,419 വോട്ടുകൾ NDA-യ്ക്കും. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് LDF-ന് 1,340 വോട്ടിൻ്റെ മാത്രമാണ് ഒരു മേൽക്കൈ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് PA മുഹമ്മദ് റിയാസ് CPM-ന്റെ 2021 തെരഞ്ഞെടുപ്പിൽ 82,165 വോട്ടുകൾ നേടുകയും തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയുള്ള PM നിയാസ് 53,418 വോട്ടുകൾ നേടുകയും KP പ്രകാശ് ബാബു BJP സ്ഥാനാർത്ഥി 26,267 വോട്ടുകളും നേടുകയും ചെയ്ത സ്ഥാനത്താണ് ഈ വോട്ടുകളിൽ വലിയ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഏകദേശം 13,000-ഓളം വോട്ടുകളുടെ കുറവാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 29,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മുഹമ്മദ് റിയാസ് വിജയിച്ചതെങ്കിൽ അത് വെറും 1,340 എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് LDF അവിടെ ശക്തമാണ് എന്നൊക്കെ പറയുമ്പോഴും സംഘടനാ സംവിധാനം ശക്തമാണ് എന്ന് പറയുമ്പോഴും ബേപ്പൂര് LDF കൃത്യമായിട്ട് കെയർ ചെയ്യാത്ത പക്ഷം അവിടെ അത് നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിന് സാധ്യതയുണ്ട്. പക്ഷേ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിട്ട് ഇനിയും കയറി വരാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തോടൊരു MLA മന്ത്രി എന്നൊക്കെയുള്ള രീതിയിലുള്ള നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, MLA-മാർക്ക് നേരെ ആൻറ്റി ഇൻകംബൻസി ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മുഹമ്മദ് റിയാസിന് ഒരു പക്ഷേ അവിടെ തൻ്റെ 2020 വിജയം ആവർത്തിക്കാനായിട്ടും സാധിക്കും. എതിർ സ്ഥാനാർത്ഥിയായിട്ട് PV അൻവറാണ് വരുന്നതെങ്കിൽ അവിടെ മത്സരം കനക്കും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. ബേപ്പൂര് നമ്മൾ പൊന്നാനിയിലേക്ക് വരുന്ന സമയത്ത് CPM-ന്റെ P നന്ദകുമാറാണ് 2021 74,668 വോട്ടുകൾ നേടി വിജയിച്ചത്. INC-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ AM രോഹിത് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി, 57,625 വോട്ടുകൾ നേടി. അതുകൂടാണ്ട് സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി BDJS-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഏകദേശം 17,000 വോട്ടിൻ്റെ ലീഡിനാണ് CPM സ്ഥാനാർത്ഥി വിജയിച്ചത് പൊന്നാനിയിൽ. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 69,438 വോട്ടുകൾ UDF-നും 62,160 വോട്ടുകൾ LDF-നും 13,450 വോട്ടുകൾ NDA-യ്ക്കും 1,278 വോട്ടിൻ്റെ ലീഡ് അവിടെ UDF-നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് MLA CPM-ന്റെ ആണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. അവിടെയാണ് 1,278 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം UDF നേടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക്, ഭൂരിപക്ഷം മേൽക്കൈ UDF നേടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട്
സൂക്ഷിക്കാനുണ്ട് LDF അവിടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവിടെ നമ്മൾ നേരെ ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് ഗുരുവായൂരിൽ NK ഖാദർ 77,072 വോട്ടാണ് 2021 നേടിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ KN ഖാദർ 58,804 വോട്ടുകൾ നേടി. DSJPയുടെ ദിലീപ് നായർ 6,294 വോട്ട് നേടി. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗുരുവായൂരിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിഹരിക്കണം. അതാണ് DSJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ ശേഷം കൊണ്ട് പിടിച്ചുകൊണ്ട് നിർത്തുമായിരുന്നു NDA സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന 6,294 വോട്ടുകളാണ് ആകെപ്പാട് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം പരിശോധിക്കുന്ന സമയത്ത് 65,454 വോട്ടുകൾ UDFനും 66,735 വോട്ടുകൾ LDFനും 24,083 വോട്ടുകൾ NDAക്കും ലഭിക്കുമ്പോൾ 1,281 വോട്ടിൻ്റെ ഒരു മേൽക്കൈ LDFന് അവിടെയുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 12,000 വോട്ടുകളുടെ ഒരു മേൽക്കൈ അവിടെ ഉണ്ടായിരുന്നു, ഗുരുവായൂർ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്നുമാണ് ഈ 1,281 വന്നിരിക്കുന്നത്. വടക്കാഞ്ചേരിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വടക്കാഞ്ചേരിയിൽ UDFന് 2021 നിയമസഭയിൽ ലഭിച്ചിരുന്ന വോട്ട് എന്ന് പറയുന്നത് LDFന് CPMന്റെ സേവ്യർ ചിറ്റലപ്പള്ളിയായിരുന്നു. 81,026 വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച അനിലക്കരയാണ്. അനിലക്കര ഏകദേശം 16,000 പേർ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. BJPയുടെ T ഉല്ലാസ് ബാബു 21,747 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ 66,848 വോട്ടുകൾ UDFനും 67,994 വോട്ട് LDFനും 36,683 വോട്ട് BJPക്കും. BJPക്ക് അവിടെ കാര്യമായ വോട്ടിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഈ ത്രിതല പഞ്ചായത്തിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. 1,146 വോട്ടിൻ്റെ ലീഡ് കിട്ടിയിരിക്കുന്നത് LDFന് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഈ LDFൻ്റെ ഈ 1,146 വോട്ട് എന്ന് പറയുന്ന ലീഡ് അത്ര വലിയൊരു ലീഡൊന്നുമല്ല. കാരണം ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരിയിൽ നിന്ന് മത്സരിക്കാനായിട്ട് സാധ്യതയുള്ളൊരു നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖ് നാരായണസ്വാമിയാണ്. ഈ വൈശാഖ് നാരായണസ്വാമിയെ സംബന്ധിച്ചിട്ട് നല്ലൊരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. അതുകൂടാതെ തന്നെ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വടക്കാഞ്ചേരിയിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ യുവമുഖമായിട്ടുള്ള വൈശാഖ് നാരായണസ്വാമി വരുന്നതോടുകൂടി അവിടെ ഒരു കനത്ത മത്സരം, അതായത് നമ്മുടെ ലിജോ ചിറ്റിലപ്പള്ളിക്ക് ഒരു കനത്ത മത്സരം സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ട. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 10 മണ്ഡലങ്ങളുടെ മാത്രമേ നമുക്ക് ഇന്ന് പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ മത്സരങ്ങൾ നടക്കാനുള്ള മണ്ഡലങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പറഞ്ഞു പോകാം. കുട്ടനാട് മണ്ഡലത്തിൽ 2021 തോമസ് കെ തോമസ് ആണ് മത്സരിച്ച് വിജയിച്ചത്. NCPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുട്ടനാടിൽ തോമസ് കെ തോമസ് നേടിയ വോട്ടിനേക്കാൾ വളരെ ചുരുങ്ങിയ ഒരു വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഈ കഴിഞ്ഞ തിരുത്തറ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ലഭിച്ചത്, കുട്ടനാടിൽ LDFന് ലഭിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. LDFന് വെറും 503 വോട്ടിന്റെ ഒരു മേൽക്കൈ മാത്രമാണ് ഈ ത്രിതല പഞ്ചായത്തിലുള്ളത്. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുട്ടനാട്ടിൽ UDFന് 45,953 വോട്ടുകൾ, 46,456 വോട്ടുകൾ LDFന്, NDAക്ക് 22,097, ലീഡ് എന്ന് പറയുന്നത് 503 വോട്ടുകൾ മാത്രമാണ്. അതായത് കേരളത്തിൽ വരാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് അത്ര ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല എല്ലാ മുന്നണികൾക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആര് ഭരിച്ചാലും ആര് അധികാരത്തിൽ വന്നാലും, ഇപ്പോൾ LDF അധികാരത്തിൽ വന്നാലും ഏകദേശം ഒരു 80-85 സീറ്റുകളിലേക്കായിരിക്കും വിജയമുണ്ടാവുക. അതോടൊപ്പം തന്നെ UDF അധികാരത്തിൽ വരികയാണെങ്കിലും ഒരു 70-75 സീറ്റുകൾക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കും അവരുടെ ഒരു സീറ്റ് സംഖ്യ എത്തുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്ന സമയത്തും, അതായത് അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന MLAമാരോട് ജനങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് LDF ഉപയോഗപ്പെടുത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഗ്രൂപ്പും തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും എന്നതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്.